നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. ചൂടോടെ വേണം അത് കുടിക്കാൻ, എന്നാലേ അതിന് ഗുണം കിട്ടൂ. കുടിക്ക് കുടിക്ക്. ഇപ്പൊ സാറിന് മണം അറിയാൻ പറ്റുന്നുണ്ടോ? ഏയ് കണക്ക് തന്നെ. പക്ഷേ ഒരു മണവും അറിയാൻ പറ്റിയില്ലെങ്കിലും സാരമില്ല. എനിക്ക് എന്റെ പെണ്ണിന്റെ സുഗന്ധം അറിഞ്ഞാൽ മതി. എന്താണ് അത് പറഞ്ഞപ്പോ ഒരു നാണം? ഒന്ന് പോവേ. എവിടെ കാണട്ടെ? എന്റെ പെണ്ണിന്റെ നാണോ ഞാനൊന്ന് കാണട്ടെ. ഓ പിന്നെ നോക്കട്ടോ. വന്നേ മാറ്റിക്കേ. എന്റെ പ്രാർത്ഥന ദൈവം കേട്ടോന്ന് തോന്നുന്നു. ഇപ്പോ എനിക്ക് നിന്റെ സുഗന്ധം അറിയാൻ പറ്റുന്നുണ്ട് പാർവതി. അതെ, നാളെ എനിക്ക് അമ്പലത്തിൽ പോകാനുള്ളതാ. അമ്പലത്തില്? ഏതമ്പലത്തിലാ പോകുന്നത്? പൗർണമി ദേവി ക്ഷേത്രത്തില്. സാറ് വരണം എന്റെ കൂടെ. ഞാനും വരണോ? വരണം. എന്താ സാർ വരില്ലേ? പിന്നെന്താ, പാർവതി വിളിച്ചാ ഞാൻ എവിടെയും വരും. എപ്പോഴാ പോണ്ടേ? രാവിലെ നേരത്തെ പോണം. ആയിക്കോട്ടെ. പിന്നെ നമ്മൾ മാത്രമല്ല ക്ഷേത്രത്തിൽ പോകുന്നത്. ജാസ്മിനും സുശീലപ്പച്ചിയും ഗാർഗിയും ഒക്കെ വരുന്നുണ്ട്. ജാസ്മിനും സുശീലാന്റിയും വന്നാൽ അത് തലവേദനയാവും. നമുക്ക് അവരെ കൂടാതെ പോയാലോ? അത് ശരിയാവില്ല, അവരെയും കൂടെ കൊണ്ടുപോകണം. എന്താ അത്രയ്ക്ക് നിർബന്ധം? പൗർണമി ദേവി ക്ഷേത്രത്തിലേക്കുള്ള വഴി അവർക്കേ അറിയൂ. അപ്പൊ പിന്നെ അവരെ കൂട്ടാതെ എങ്ങനെയാ? അതെ, എനിക്ക് അടുക്കളയില് കുറച്ച് ജോലിയുണ്ട്. എന്നാ ഞാൻ അങ്ങോട്ട് പൊക്കോട്ടെ? ശരി. ഇവള് നമ്മളോടൊപ്പം ക്ഷേത്രത്തിലേക്ക് വരുമെന്നൊരു കൺഫ്യൂഷൻ എനിക്ക് ഉണ്ടായിരുന്നു. അവൾക്ക് തല നിറച്ചും ഭക്തിയല്ലേ, അപ്പൊ പിന്നെ വരാതിരിക്കൂ? ഇവൾ ഭക്തിയുടെ പേരിൽ എന്തും ചെയ്യും. അതുകൊണ്ടെന്താ, നമ്മുടെ ജോലി നമുക്ക് വേഗം തീർക്കാൻ പറ്റിയില്ലേ? എല്ലാം സെറ്റല്ലേ? ഞാനിവിടെ ഒരാളെ പറഞ്ഞ് ഏൽപ്പിച്ചിട്ടുണ്ട്. അയാളെല്ലാം കൃത്യമായിട്ട് തന്നെ ചെയ്തോളൂ. വേഗം പോയി മണിയടിക്കേ, വേഗം പോയി മണിയടിക്കേ, വേഗം പോയി മണിയടിക്കേ. വേഗം പോയി മണിയടിക്കേ, ഞാനൊന്നും പറയില്ല. വേഗം പോയി മണിയടിക്കേ. ഒരു അർച്ചന ചെയ്യണം. പേരുന്നാളും പറഞ്ഞോളൂ. പാർവതി മകം. ബ്രോ ഒരർച്ചന മാത്രമേ ചെയ്യുന്നുള്ളൂ? ബ്രോയ്ക്ക് വേണ്ടി ചെയ്യുന്നില്ലേ? പാർവതിക്ക് വേണ്ടി ചെയ്താ പോരെ? അതിന്റെ ഗുണം എനിക്കും കിട്ടുമല്ലോ. അതൊന്നും പോരാ, വിശാൽ സാറിനും അർച്ചന ചെയ്യണം.
അതെ അതെ, അത് വേണം. ഒരർച്ചന കൂടി വേണം. വിശാൽ പൂരം. വിശാൽ പൂരം. വേഗം പോയി മണിയടിക്ക്. എന്താ അവിടെ? നിങ്ങൾ വരുന്നില്ലേ? ഞങ്ങളിതേ വരുന്നു. നിങ്ങൾ അകത്തേറി തോഴുതോ. പോവാം. വാ. 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 തിരുമേനി, അർച്ചനയുണ്ട്. ആ, ചുറ്റമ്പലത്തിൽ വലം വെച്ച് വന്നോളൂ. ആ. തിരുമേനി, ഇവിടെ ഭർത്താവിന്റെ ആയുരാരോഗ്യ സൗഖ്യത്തിന് വേണ്ടി മണിയടിച്ച് പ്രാർത്ഥിക്കുന്ന നേർച്ചയുണ്ടെന്ന് പറഞ്ഞു. ഉവ്വ്. എനിക്ക് ആ നേർച്ച ഒന്ന് നടത്തണമായിരുന്നു. അതിനെന്താ, നടത്താലോ. പൂജ കഴിഞ്ഞ് ഞാൻ നിങ്ങളെ അങ്ങോട്ട് കൂട്ടിക്കൊണ്ടു പോകാം. ഉം. വാ. വിപിൻ സാറേ, സാർ ഓഫീസിൽ പോവാണോ? അല്ല, മീൻ വാങ്ങിക്കാൻ മാർക്കറ്റിൽ പോകാൻ ഇറങ്ങിയതാ. എടി, ഈ വേഷം കണ്ട നിനക്ക് അറിയില്ലേ ഓഫീസിലേക്കാണ് പോകുന്നതെന്ന്? അതെ, ഞാനൊരു കാര്യം ആവശ്യപ്പെട്ടാ അത് സാധിച്ചു തരുമോ? ന്യായമായിട്ടുള്ള കാര്യമാണെങ്കിൽ സാധിച്ചു തരാൻ ഞാൻ ശ്രമിക്കാം. ഞാനും കൂടി വന്നോട്ടെ ഓഫീസില്? എന്തിന്? ചേച്ചിയും വിശാലേട്ടനും ഇല്ലാത്തതല്ലേ, അപ്പൊ ചെയർപേഴ്സന്റെ ജോലി ഞാൻ ചെയ്യാമായിരുന്നു. ചില്ലറ മോഹമൊന്നും അല്ലല്ലോ നിന്റെ മനസ്സില്. ചെയർപേഴ്സൺ എന്ന് പറഞ്ഞാലേ എന്താന്നാ നീ കരുതിയിരിക്കുന്നത്? അല്ല, ഏട്ടനും പാർവതി എവിടെ പോയി? അവരെല്ലാരും കൂടെ ഒരുങ്ങിക്കെട്ടി പൗർണമി ദേവി ക്ഷേത്രത്തിൽ പോയിരിക്കുക. പൗർണമി ദേവി ക്ഷേത്രത്തിലോ? അതെവിടെ? ആ ജാസ്മിൻ കൂട്ടിക്കൊണ്ടുപോയതാ. ജാസ്മിൻ കൂട്ടിക്കൊണ്ടുപോയോ? ആ, ഇനി സാറും കൂടെ പോയി കഴിഞ്ഞാ ഞാൻ ഇവിടെ നിന്ന് ബോറടിക്കും. അതാ ഞാനും കൂടി ഓഫീസിലേക്ക് വരട്ടെ എന്ന് ചോദിച്ച്. അതെ, നിന്റെ ബോറടി മാറ്റാനുള്ള സ്ഥലമല്ല ഗായത്രി ഗ്രൂപ്പ് ഓഫ് കമ്പനീസിന്റെ ഓഫീസ്. തൽക്കാലം ബോറടിക്കാൻ മാത്രമേ നിവൃത്തിയുള്ളൂ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.